നോക്കാം വാർത്തകളിലേക്ക് വിശദമായി. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ തുടരുകയാണ്. നേതൃമാറ്റ ആവശ്യം തിരുത്തൽവാദി നേതാക്കൾ യോഗത്തിൽ ഉന്നയിച്ചതായാണ് വിവരം. അതേസമയം രാഹുൽ ഗാന്ധി വീണ്ടും പാർട്ടി അധ്യക്ഷനാകണമെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ആവശ്യപ്പെട്ടു. ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വം കോൺഗ്രസിന്റെ ഐക്യത്തിന് അനിവാര്യമാണെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, അധ്യക്ഷ മാറ്റമുണ്ടായേക്കുമെന്നുള്ള സൂചനകളിൽ ഉയർന്ന പേരുകളിൽ ഒന്നുകൂടിയായിരുന്നു ഗെഹ്ലോട്ട് തന്നെ ആ രീതിയിലൊരു അഭിപ്രായം പറയുമ്പോൾ അധ്യക്ഷ മാറ്റം ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ തന്നെ പൂർണ്ണമായി തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ? അപർണ, പ്രവർത്തക സമിതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കാര്യമായ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് വിവരം. പ്രത്യേകിച്ച് ഇതുവരെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായതായി അറിയാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രവർത്തക സമിതിയിൽ അറിയിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. കോൺഗ്രസ് നേതാക്കളുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെയും താല്പര്യത്തിനനുസരിച്ചാണ് സ്ഥാനാർത്ഥി പട്ടിക അടക്കം തയ്യാറാക്കിയത്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അടിയന്തരമായ ഒരു പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി കൂടിയാലോചന നടത്തിയാണ് നിലപാടുകൾ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള തീരുമാനം ഉൾപ്പെടെ കൈക്കൊണ്ടത് പൂർണ്ണമായും പാർട്ടി നേതൃത്വത്തിന്റെയും പാർട്ടി പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് എന്ന തരത്തിൽ ഉള്ള ഒരു വിശദീകരണം സോണിയാഗാന്ധി ഇപ്പോൾ പ്രവർത്തക സമിതിയിൽ നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം സ്ഥിരം അധ്യക്ഷൻ ഇല്ലാത്തതും സംഘടനാ തലത്തിലെ ദൗർബല്യങ്ങളുമാണ് ഇത്തരത്തിൽ തുടർച്ചയായി തോൽവിക്ക് കാരണം എന്ന് G23 നേതാക്കളുടെ പ്രതിനിധികൾ പ്രവർത്തക സമിതിയിൽ ഉയർത്തിക്കാണിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. യോഗം തുടങ്ങുന്നതിന് മുമ്പായിരുന്നു അശോക് ഗെഹ്ലോട്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം എന്നും കോൺഗ്രസിനെ രക്ഷിക്കാൻ ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വം അനിവാര്യമാണ് എന്ന തരത്തിലുമുള്ള ഒരു പ്രതികരണം നടത്തിയത്. അതേസമയം G23 നേതാക്കൾ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അശോക് ഗെഹ്ലോട്ടിനെ അധ്യക്ഷനായി മറ്റൊരു ഫോർമുല മുന്നോട്ട് വെച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും ഒരു സൂചനകളും ഈ ഘട്ടത്തിൽ നമുക്ക് പ്രവർത്തക സമിതിയിൽ നിന്ന് ലഭിക്കുന്നില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് സമയോചിതമായി നടത്തി പുതിയ അധ്യക്ഷനെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ പ്രവർത്തക സമിതിയിൽ വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KP അഭിലാഷാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുകയാണ് ഇപ്പോൾ ഡൽഹി. പാർട്ടി വേദിയിൽ കോൺഗ്രസിനെതിരെ പരിഹാസവുമായി T പത്മനാഭൻ. കോൺഗ്രസിൽ ഇനി റോബർട്ട് വാദ്ര വരാത്ത കുറവേയുള്ളൂവെന്ന് പത്മനാഭൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി അമേഠിയിൽ ജയിച്ച ശേഷം 5 വർഷം കഴിഞ്ഞ് വയനാട്ടിലേക്ക് വന്നു. സ്മൃതി ഇറാനി അമേഠിയിൽ പരാജയപ്പെട്ട ശേഷം എല്ലാ ദിവസവും മണ്ഡലത്തിൽ പോയി. നേതാക്കൾ നേതൃത്വത്തിൽ എക്കാലത്തും അട്ടയെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കഷ്ടമാണെന്നും T പത്മനാഭൻ കുറ്റപ്പെടുത്തി. എറണാകുളം DCCയുടെ നേതൃത്വത്തിലുള്ള സബർമതി പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുഹൃത്തുക്കളെ, എക്കാലത്തും അട്ടയെപ്പോലെ അള്ളിപ്പിടിച്ചിരിക്കുക എന്നത് വളരെ ദാരുണമായ. മനുഷ്യന് ആർത്തിയുണ്ടാകും, ആഗ്രഹമുണ്ടാകും. പക്ഷെ ദുരാർത്തി, ദുരാശ എന്നൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക? ഒരാഴ്ചക്ക് മുമ്പെയാണ് ബഹുമാന്യനായ നമ്മുടെ വലിയ നേതാവായ റോബർട്ട് വാദ്ര പറഞ്ഞത്, ഞാൻ ഉടനെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം വരാത്ത ഒരു കുറവേ നമുക്കുള്ളൂ. അദ്ദേഹം വരാത്ത ഒരു കുറവ് മാത്രമേ ഉള്ളൂ. 2 സീറ്റാ സർ കിട്ടിയത്. രാഹുൽ ഗാന്ധിജി തോറ്റു. അദ്ദേഹം ഇത് സ്ഥിരമാണ് ഈ സീറ്റ് എന്ന് വിചാരിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, പുതിയ സർക്കാരിനെ സത്യപ്രതിജ്ഞ എപ്പോഴത്തേക്കെന്നുള്ള രീതിയിൽ കൂടിയാണ് ചർച്ചകൾ നീങ്ങുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഉത്തർപ്രദേശിൽ ചരിത്രത്തിലാദ്യമായി 2ാം ടേമിലേക്ക് മുഖ്യമന്ത്രി പദം ഉറപ്പിച്ച ശേഷം ആദ്യമായാണ് യോഗി ആദിത്യനാഥ് ഡൽഹിയിൽ എത്തിയത്. നേരത്തെ UP ഭവനിൽ എത്തിയ യോഗി ആദിത്യനാഥിന് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വലിയ സ്വീകരണമാണ് നൽകിയത്. അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യോഗി ആദിത്യനാഥ് ചർച്ചകൾ നടത്തുകയാണ്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഭരണ തുടർച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഇമേജുള്ള നേതാക്കളെ, പ്രതിനിധികളെ ഉൾപ്പെടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. ജാതിമത സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി പാലിക്കണം. വനിതകൾക്കും പുതുമുഖങ്ങൾക്കും ഇടം നൽകണം എന്നത് ഉൾപ്പെടെ
ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. സഖ്യകക്ഷിയായ അപ്നാദളിനും നിഷാന്ത് പാർട്ടിക്കും കൃത്യമായി പ്രതിനിധികൾ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷുമായി യോഗി ആദിത്യനാഥ് ചർച്ച നടത്തിയിരുന്നു. ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഉൾപ്പെടെ ഉള്ളവരുമായി യോഗി ആദിത്യനാഥ് കൂടിക്കാഴ്ചകൾ നടത്തിയ ശേഷമാണ് അദ്ദേഹം മടങ്ങുക. ഈ ഹോളിക്ക് ശേഷം സത്യപ്രതിജ്ഞ നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അധികാരം ഉറപ്പിച്ചിട്ടുള്ള 4 സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ബി.ജെ.പിയുടെ ഏറ്റവും ഉന്നതമായ ബോഡി പാർലമെന്ററി ബോഡിയാണ്. ഈ ബോഡി ആയിരിക്കും ചർച്ചകൾക്ക് ശേഷം മുഖ്യമന്ത്രിമാരെയും അതോടൊപ്പം തന്നെ മന്ത്രിസഭാംഗങ്ങളെയും സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുക. KP അഭിലാഷ് വിവരങ്ങൾ നൽകിയത്. ചിന്തയിലെ CPI വിമർശനത്തിന് പാർട്ടി വാരികയിലൂടെ മറുപടി നൽകുമെന്ന് കാനം രാജേന്ദ്രൻ. പ്രത്യയശാസ്ത്ര തർക്കങ്ങൾ മുന്നണിക്കുള്ളിൽ ഉണ്ടാകുമെന്നും വിമർശനം ശരിയാണോ എന്ന് CPM പരിശോധിക്കട്ടെ എന്നുമാണ് കാനം രാജേന്ദ്രന്റെ നിലപാട്. എന്നാൽ CPM പ്രസിദ്ധീകരണമായ ചിന്തയിലെ രൂക്ഷമായ CPI വിമർശനം പാർട്ടി നിലപാടല്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. സമ്മേളനകാലത്ത് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കൊണ്ടും കൊടുത്തും നീക്കം നടത്തുകയാണ്. CPM പ്രസിദ്ധീകരണമായ ചിന്താവാരികയിൽ അടുത്തിടെ വന്ന രൂക്ഷമായ CPI വിമർശനത്തിന് കാനത്തിന്റെ മറുപടി ഇങ്ങനെ: അവരുടെ അഭിപ്രായം അവർക്ക് പറയാം, ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളും പറയാം. അത് വിമർശിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ ചിന്തയിലെ ലേഖനം പാർട്ടി നിലപാടല്ലെന്നാണ് കോടിയേരിയുടെ പ്രതികരണം. CPIയുടെ ചരിത്രം എല്ലാവർക്കും അറിയാമെന്ന് കോടിയേരിയുടെ ഒളിയമ്പ്. എഴുതിയാൾക്ക് പലതും എഴുതാം. CPMന് അഭിപ്രായം ഉണ്ടെങ്കിൽ CPM തന്നെ പറയും. അതിനാരുടെ സീറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റ് പേരും ചെങ്കൊടിയും വരെ ഉപേക്ഷിക്കേണ്ട പാർട്ടിയാണ് CPI എന്നായിരുന്നു ചിന്തയിലെ ലേഖനത്തിലൂടെയുണ്ടായ വിമർശനം. റിവിഷനിസ്റ്റ് രോഗം ബാധിച്ചവരും വർഗവഞ്ചകർ എന്ന പ്രയോഗം അനർത്ഥമാക്കുന്നവരുമാണ് CPI എന്ന് ചിന്ത പറയുന്നു. സമ്മേളനകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിലും വിമർശനം പതിവാണ്. CPM വിമർശനങ്ങൾക്ക് പാർട്ടി വാരികയായ നവയുഗത്തിലൂടെ അടുത്തയാഴ്ച CPI മറുപടി നൽകും. രാജ്യസഭാ സീറ്റ് തർക്കം ഇരു പാർട്ടികൾക്കിടയിൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രത്യയശാസ്ത്ര തർക്കം വീണ്ടും വിഷയമാകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ബസ്സുകളിലെ കൺസെഷൻ തുക വിദ്യാർത്ഥികൾക്ക് തന്നെ നാണക്കേടാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. പലരും 5 രൂപ കൊടുത്തിട്ട് ബാക്കി വാങ്ങാത്ത സാഹചര്യമാണ്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടനകളായ SFIയും ASFും രംഗത്തെത്തി. മിനിമം ബസ് ചാർജ് 12 രൂപയാക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്നും ബസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം ന്യായമാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചത്. ബസ്സുകളിലെ കൺസെഷൻ തുക വിദ്യാർത്ഥികൾക്ക് തന്നെ നാണക്കേടാണ്. പലരും 5 രൂപ കൊടുത്തിട്ട് ബാക്കി വാങ്ങാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ 10 വർഷമായി കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാന ആവശ്യം വിദ്യാർത്ഥികളുടേത് ചാർജ് വർധനവാണ് അവർ പ്രധാനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് 2 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അത് കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഒരു നാണക്കേടായി തീർന്നിരിക്കുകയാണ്. കാരണം അവർ പോലും ഇപ്പോൾ 5 രൂപ കൊടുത്തിട്ട് ബാക്കി വാങ്ങിക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വിദ്യാർത്ഥികളുടെ ഈ 2 രൂപ എന്ന് പറഞ്ഞാൽ 2012 ആരംഭിച്ചതാണ്. 10 വർഷം കഴിഞ്ഞു. മിനിമം ചാർജ് വർദ്ധിപ്പിക്കുന്നതിൽ ചർച്ചകൾ നടക്കുകയാണ്. പൊതുജനത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ ഒരു ദിവസം കൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം തന്നെ 15-ാം തീയതി വീണ്ടും ചേരുന്നുണ്ട്. അവിടെയും ഈ വിഷയം തീർച്ചയായിട്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ സമസ്ത തലങ്ങളിലും ചർച്ച ചെയ്ത് പൊതു അഭിപ്രായം രൂപീകരിച്ചതിന് ശേഷം ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യം പരിഹരിക്കാൻ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് എനിക്കിപ്പോൾ പറയാം. അതേസമയം മന്ത്രി ആന്റണി രാജുവിന്റെ പ്രസ്താവന അപക്വമാണെന്നും കൺസെഷൻ ആരുടെയും ഔദാര്യമല്ലെന്നും SFI വിമർശിച്ചു. ഗതാഗത മന്ത്രി കേരളത്തിന് അപമാനമാണെന്നും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ASF ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.
നടിയെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികളുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ നശിപ്പിച്ചതായി കണ്ടെത്തൽ. 12 നമ്പറിലേക്കുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ പൂർണ്ണമായും നശിപ്പിച്ചെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഫോറൻസിക് പരിശോധനയിലൂടെ സന്ദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്. ദിലീപിന്റെയും സഹോദരൻ അനൂപിന്റേതുമടക്കമുള്ള പ്രതികളുടെ ഫോണുകളിൽ നിന്നും 12 ഫോൺ നമ്പറുകളിലേക്കുള്ള വാട്സ്ആപ്പ് ചാറ്റ് വിവരങ്ങൾ പ്രതികൾ നശിപ്പിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. നശിപ്പിച്ച വിവരങ്ങൾ തിരികെ എടുക്കാൻ ക്രൈംബ്രാഞ്ച് ഫോറൻസിക് ലാബിന്റെ സഹായം തേടി. ഫോറൻസിക് റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിച്ചേക്കും. ഫോൺ വിവരങ്ങൾ നശിപ്പിച്ചുവെന്ന് സ്ഥിരീകരിച്ച് മുംബൈയിലെ ലാബുടമ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു. 75,000 രൂപ വീതം ഈടാക്കിയാണ് ഫോൺ വിവരങ്ങൾ നശിപ്പിച്ചതെന്നും ലാബുടമ വ്യക്തമാക്കിയിരുന്നു. ലാബിലെത്താൻ ദിലീപിനെ സഹായിച്ചത് മുൻ IPS ഉദ്യോഗസ്ഥൻ വിൻസെന്റ് ചൊവ്വല്ലൂറാണെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. നശിപ്പിച്ച ഫോൺ രേഖകൾ ദിലീപിന്റെ അഭിഭാഷകൻ കണ്ടെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. ഫോണുകൾ കൈമാറാൻ കോടതി ഉത്തരവിട്ടത് ജനുവരി 29-നാണ്. മുംബൈക്ക് അയച്ച 4 ഫോണുകളിലെയും വിവരങ്ങൾ ഇതിനു മുൻപായി നീക്കം ചെയ്തതായാണ് കണ്ടെത്തൽ. നശിപ്പിച്ച തെളിവുകളുടെ മിറർ ഇമേജ് വീണ്ടെടുക്കാൻ തങ്ങൾക്കായെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ വിശദീകരിച്ചു. പ്രോസിക്യൂഷൻ റിപ്പോർട്ടിൽ മറുപടി സമർപ്പിക്കാൻ പ്രതികൾ കൂടുതൽ സമയം തേടിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. പോക്സോ കേസിൽ കൊച്ചി നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാട്ട് അറസ്റ്റിൽ. പ്രതിയെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുത്തു. 2ാം പ്രതി സൈജു തങ്കച്ചനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. റോയ് വയലാട്ടിന് വേണ്ടിയുള്ള പോലീസിന്റെ തെരച്ചിൽ 2 ദിവസങ്ങളായി തുടരുന്നതിനിടെയാണ് രാവിലെ 10 മണിയോടെ മട്ടാഞ്ചേരി ACP ഓഫീസിൽ ഇയാൾ നാടകീയമായി കീഴടങ്ങിയത്. 4 മണിക്കൂറിലധികം റോയിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. 3:30യോടെയാണ് നമ്പർ 18 ഹോട്ടലിലെത്തിച്ച തെളിവെടുപ്പ് നടത്തിയത്. രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള നടപടികൾ കുറ്റസമ്മതം മൊഴി പ്രകാരമുള്ള മറ്റ് തെളിവെടുപ്പുകളും നടത്തും. കീഴടങ്ങിയ റോയിയെ കാണാൻ പോലീസ് അനുവദിച്ചില്ലെന്ന് അഭിഭാഷക ആരോപിച്ചു. ഇവിടെ സറണ്ടർ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഐ സ്പോക്ക് ടു ദി ACP. ഹി സെഡ് ഐ കാന്റ് മീറ്റ് ഹിം. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദർ ഇസ് എ നീഡ് ടു നോട്ട് ലെറ്റ് മീ മീറ്റ് മൈ ക്ലയന്റ്. ആദ്യം ഹൈക്കോടതിയും തുടർന്ന് സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെയാണ് റോയ് വയലാട്ട് ഒളിവിൽ പോയത്. ഇയാൾ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. റോയിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. കോഴിക്കോട് സ്വദേശിനിയായ യുവതിയെയും മകളെയും ഹോട്ടലിൽ വെച്ച് റോയ് വയലാട്ട് കടന്നു പിടിച്ചുവെന്നാണ് പരാതി. സൈജു ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി. അഞ്ജലി റിമാദേവ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരി ആരോപണമുന്നയിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അനീസ് അൻസാരിക്കെതിരെ ഒരു ലൈംഗിക പീഡന പരാതി കൂടി. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന മലയാളി യുവതിയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിൽ വഴി പരാതി നൽകിയത്. വിവാഹത്തിന് മേക്കപ്പ് ഇടാൻ എത്തിയപ്പോൾ അനീസ് അൻസാരി അപമര്യാദയായി പെരുമാറിയെന്നാണ് ആരോപണം. പരാതി ലഭിച്ചതിന് പിന്നാലെ ഇവരുമായി പോലീസ് ബന്ധപ്പെട്ടു. കൂടുതൽ തെളിവുകൾ അനീസിനെതിരെ നൽകാൻ തയ്യാറാണെന്നും യുവതി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. വിവാഹ സമയമായതുകൊണ്ടാണ് അന്ന് അനീസ് അൻസാരിക്കെതിരെ പരാതി നൽകാതിരുന്നതെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചി ഇൻഫോ പാർക്കിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു. സമീപത്ത് സ്കൂട്ടറിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അമിത വേഗത്തിൽ വന്ന കാർ റോഡിൽ നിന്ന് തെന്നിമാറുകയായിരുന്നു. പുത്തൻകുരിശ് സ്വദേശി ശ്രീലേഷിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന 3 യാത്രക്കാരും കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാരാണ് സ്കൂട്ടറിലുണ്ടായിരുന്നത്. ഇതിൽ സെൽവരാജ് എന്ന പോലീസുകാരന് കാലിൽ നേരിയ പരിക്ക്. കോഴിക്കോട് എളേറ്റിൽ കാഞ്ഞിരമുക്കിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ തെങ്ങിലിടിച്ച് ഒരാൾ മരിച്ചു. പന്നൂർ കാവിൽ ചന്ദ്രനാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. വാർക്ക ജോലിക്കുള്ള വസ്തുക്കളുമായി പോവുകയായിരുന്ന പിക്കപ്പ് നിയന്ത്രണം വിട്ട് സമീപത്തെ പറമ്പിലെ തെങ്ങിൽ ഇടിക്കുകയായിരുന്നു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ക്യാബിനുള്ളിൽ കുടുങ്ങിയ ചന്ദ്രനെ നരിക്കുനിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
യുക്രൈനിൽ ആക്രമണം തുടർന്ന് റഷ്യൻ സേന പോളണ്ട് അതിർത്തിക്കടുത്ത് യവോരിവ് പട്ടണത്തിലെ സൈനിക കേന്ദ്രത്തിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടു, 134 പേർക്ക് പരിക്കേറ്റു. പലായനം ചെയ്യുകയായിരുന്ന കുട്ടി ഉൾപ്പെടെയുള്ള 7 സാധാരണക്കാരെ കീവിന് സമീപം റഷ്യൻ സേന വെടിവെച്ചിട്ടതായി നേരത്തെ യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. റഷ്യൻ സേന തടങ്കലിലാക്കിയ മെലിറ്റോപോൾ മേയറെ മോചിപ്പിക്കാൻ യുക്രൈൻ ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും സഹായം തേടി. അതിനിടെ നിപ്രോറുട്ന മേയർ യഹൻ മാറ്റ് വീവിനെയും റഷ്യൻ സംഘം തട്ടിക്കൊണ്ടുപോയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഉപരോധം തുടർന്ന സാഹചര്യത്തിൽ ഓഹരി വിപണി അടുത്ത ആഴ്ച കൂടി അടച്ചിടാനാണ് റഷ്യയുടെ തീരുമാനം. യുക്രൈനിലെ ഹാർക്കിവിൽ മരിച്ച കർണാടക സ്വദേശി നവീൻ ശേഖരപ്പയുടെ മൃതദേഹം തിരികെ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് ഉന്നതതല യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ഒഴിപ്പിക്കൽ ദൌത്യം ഓപ്പറേഷൻ ഗംഗയുടെ വിശദാംശങ്ങൾ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ സുരക്ഷ, ആഗോള സാഹചര്യങ്ങൾ എന്നീ വിഷയങ്ങളും യോഗം അവലോകനം ചെയ്തു. കര അതിർത്തി പ്രദേശങ്ങളിലും സമുദ്ര വ്യോമ മേഖലകളിലെയും സുരക്ഷാ ക്രമീകരണങ്ങളും യോഗം വിലയിരുത്തി. നാട്ടിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് യുക്രൈൻ സേനയ്ക്കൊപ്പം പോരാട്ടത്തിന് ചേർന്ന വിദ്യാർത്ഥി സായി നികേഷ് കുടുംബത്തോടാണ് സായി നികേഷ് ഇക്കാര്യം പറഞ്ഞത്. കോയമ്പത്തൂർ ഗൌണ്ടപാളയം സ്വദേശിയായ സായി നികേഷ് ഹാർക്കിവ് എയറോനോട്ടിക്കൽ സർവകലാശാല വിദ്യാർത്ഥിയാണ്. യുക്രൈനു വേണ്ടി പ്രതിരോധ രംഗത്തിറങ്ങാൻ സന്നദ്ധരാകുന്ന വിദേശികൾക്ക് പ്രവേശന വിസ വേണ്ടെന്ന സെലൻസ്കിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സായി സേനയ്ക്കൊപ്പം ചേരുകയാണെന്ന് കുടുംബത്തെ അറിയിച്ചത്. എന്നാൽ മകനെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് നിന്ന് 885 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 4 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 826 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 41 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 2 മരണങ്ങളും സ്ഥിരീകരിച്ചു. രേഖകൾ വൈകിയ 4 മരണങ്ങളും അപ്പീൽ നൽകിയ 9 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 66,808 1554 പേർക്കാണ് രോഗം ഭേദമായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റാഗിങ്ങിനെ തുടർന്ന് PG വിദ്യാർത്ഥി പഠനം അവസാനിപ്പിച്ചു. ഓർത്തോ PG വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ ജിതിൻ ജോയിയാണ് സീനിയർ വിദ്യാർത്ഥികളുടെ പീഡനത്തെ തുടർന്ന് പഠനം അവസാനിപ്പിച്ചത്. മാനസികമായി പീഡിപ്പിച്ചെന്നും വിശ്രമിക്കാൻ പോലും അനുവദിക്കാതെ ജോലി ചെയ്യിച്ചെന്നും ജിതിൻ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചതായും 2 സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ഓർത്തോ വിഭാഗം PG വിദ്യാർത്ഥികൾ ഡോക്ടർ മുഹമ്മദ് സാജിദ്, ഡോക്ടർ ഹരിഹരൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് TC വാങ്ങിയ വിദ്യാർത്ഥി തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ PGക്ക് ചേർന്നു.